ശ്രീ KP നൗഷാദ് അലി. സർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒട്ടുമിക്ക ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മലയാളം ഇതര ആംഗലേയ ഭാഷ ഉൾപ്പെടെയുള്ളവയിൽ വലിയ പരിമിതികൾ നേരിടുന്നവരാണ്. LLM-ഉം PhD ഒക്കെ നേടിയ ആളുകൾ പോലും പ്രയാസപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ചില ഭാഷാ പരിജ്ഞാനം നമ്മുടെ സിലബസുകളിൽ നിന്നൊക്കെ ഒരല്പം അകന്നു പോയതിൻ്റെ കൂടെ ദോഷമാണോ എന്നറിയില്ല. പൊതുവിദ്യാഭ്യാസ സൂചികയിൽ കേരളത്തെക്കാൾ വളരെ പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളൊക്കെ വളരെ മനോഹരമായിട്ട് അവരുടെ മാതൃഭാഷ ഇതര ഭാഷകളിലൊക്കെ സ്വാധീനമുള്ളവരാകുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലൊരു അപകർഷതാബോധം പൂണ്ട് പിറകിൽ നിൽക്കുന്നൊരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. +1 തൊട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ ഒരു 2 മണിക്കൂർ വീതമെങ്കിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിലൊരു പരിജ്ഞാനവും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തി ഒരു അഡീഷണലായ ഒരു സഹായക സംവിധാനം തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇതൊരു നല്ല നിർദ്ദേശമാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനത്തിൻ്റെയും നൈപുണ്യത്തിൻ്റെയൊക്കെ ഒരു കുറവ് പ്രകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പല സ്കൂളുകളിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അത്തരം ഇതിനു മുമ്പ് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ഈ നിർദ്ദേശം നമുക്ക് മൊത്തത്തിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഇത്തരം പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാവുന്നതാണ്.